പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? കഥ സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാം. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രത്തിൽ? സ്റ്റോറിയുടെ എലിമെൻ്റ് തന്നെ ഉണ്ട്, കണ്ടന്റ് തന്നെ നല്ല പെർഫോമൻസ് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? മോശം കുഴപ്പമില്ലാത്ത മേക്കിംഗ് വൈസ് എങ്ങനെയുണ്ട്? മേക്കിംഗ് വൈസ് കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഡയറക്ടറാണല്ലോ. തിയേറ്റർ വാച്ചബിളാണ്. சார் அப்பா எப்படி சார் எப்படி இருந்தது? நீங்கள் சொல்லுங்க. நான் சொல்றது நீங்கள் தானே படம் பார்த்துருக்கீங்க. நல்லா இருக்கு சார், நல்லா இருக்கு. சும்மா சொல்லாத. நல்லா இருக்கு, நல்லா இருக்கு, நல்லா இருக்கு. ரொம்ப தேங்க்ஸ் சார். ஏன்னா நான் ஒரு சில சீன்ஸ்லாம் எதிர்பார்த்தேன். அந்த அஜிதாமுடைய இந்த பயோகிராஃபி தான் நாங்கள் படம் பார்த்துட்ட உடனே சொல்லணும், நீங்களாக பார்த்து சொல்லணும்னு சொல்லி பயோகிராஃபி எடுத்து ஒரு சின்ன ஃப்ளாஷ்பேக் எடுத்து அந்த மாதிரி என்ன பண்ணிட்டு அதுக்கெலாம் நல்ல ஒரு ரெஸ்பான்ஸ் இருக்கும். அதுவும் மாதன் வந்து நாம் தியேட்டரில் இங்கே பார்க்கும்போது இவங்களோட பார்க்கும்போது ரொம்ப எனர்ஜெட்டிக்காக இருக்குது. படமே நல்ல ஒரு எனர்ஜி இருக்குது. மக்கள் கொஞ்சம் என்கரேஜ் பண்ணாங்கன்னா இன்னும் சந்தோஷமாக இருக்கும். தேங்க்யூ சார், தேங்க்யூ சார். இது மலையாள படம் நம்ம பண்ணோன்னு ஆசைப்பட்டது, பரவாயில்ல இதை கொஞ்சம் ஜெயிச்சிட்டேன்னு நினைக்கிறேன். தேங்க்யூ சார், தேங்க்யூ. പടം എങ്ങനെയുണ്ടായിരുന്നു? படம் எங்கேண்டாയിരുന്നു? படம் எப்படி இருக்கு? செம்மையா இருக்கு. என்ன உனக்கு ഏറ്റവും பிடிச்ச அந்த படத்துல? டான்ஸ், ஃபைட்டிங் லெவல். ஆமா, எல்லாமே பிடிச்சிருக்கியா? எல்லாமே சூப்பராக இருக்கு. தமிழில் டப்பிங் எல்லாரோட பெர்ஃபார்மன்ஸ் எப்படி இருந்தது? சூப்பராக இருக்கு. ஃபைட்டெல்லாம் எப்படி இருந்தது? ஃபைட்லாம் சூப்பராக இருக்கு. தியேட்டரும் வாட்ச் பண்ணலாம். புரியுது. தியேட்டரில் மஸ்ட் வாட்ச் ஃபிலிம் ஆகுது. சூப்பர். படம் எங்கேண்டு? படம் எங்கேண்டு? படம் எங்கேண்டு? പടം എങ്ങനെയുണ്ട്? റൊമാൻസ് മൊത്തത്തിൽ ഓവറോൾ മാധവൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് മൂവിയാന്ന് തോന്നിയ തരത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് അതോ നല്ല ആക്ഷൻ? ഫസ്റ്റ് മൂവി അല്ല, ആള് പുള്ളിയുടെ ആക്ഷനൊക്കെ പുള്ളിയുടെ അച്ഛനെ പോലൊക്കെ തന്നെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റും. പടം എപ്പടി ഇருக்கு? അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ പടത്തിൽ? അച്ഛൻ്റെ പോലെ ആവട്ടെ. என்ன உனக்கு ഏറ്റവും பிடிச்ச அந்த படத்தில்? പടം എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട്? എനിക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു സിനിമയുടെ സക്സസും ഫെയിലിയറും ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഒപ്പീനിയനാണ്. ഞാനിതിൽ വർക്ക് ചെയ്തൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ബയസ് എൻ്റെ ഒപ്പീനിയനിലുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സിനിമയെ പറ്റി ഒരു ഓണസ്റ്റ് റിവ്യൂ ചോദിക്കാനാണെങ്കിൽ അവരെടുത്താണ്. അല്ല, ഇപ്പോൾ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം വെച്ചാൽ എന്നെ തന്നെ ഒരു പ്രോമിനൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന എനിക്ക് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പണിയെടുത്തതാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും പോലെ ഞാനും ബുദ്ധിമുട്ടി പണിയെടുത്തതാണ്. അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സിനിമ മേക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റേജിൽ നിന്ന് തിയേറ്ററിലോട്ട് എത്തുന്നവരെ ഒരുപാട് കോംപ്ലിക്കേറ്റഡായും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പറ്റുന്ന സ്റ്റേജിലൂടെ പോകുന്നൊരു സംഭവമാണ്. തിയേറ്ററിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പ്രേക്ഷകരെ സ്വീകരിക്കുന്നുള്ള പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷയുണ്ട്. സിനിമ കണ്ടിട്ട് അമ്മ വിളിച്ചോ? അമ്മ വിളിക്കുവാണെന്ന് തോന്നുന്നു. അമ്മ രാവിലെ 10 മണിക്കുള്ള ഷോവിന് ട്രിവാൻഡ്രത്തെ ലുലുവിലാണ്. കഴിയുമ്പോൾ വിളിക്കുന്നു. ഇപ്പോൾ ഫുൾ ബസ് ചെയ്യുന്നുണ്ട്. എടുത്തോ അമ്മയല്ലേ? അമ്മയല്ല, പക്ഷേ എനിക്കൊന്ന് അവിടെ ഷോ കഴിയുന്നുള്ളൂ. ഇന്റർവ്യൂലായപ്പോൾ എങ്ങും വിളിച്ചിരുന്നോ? ഇല്ലില്ല. സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ തമ്മിൽ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അമ്മയ്ക്ക് ഞാൻ ഇവിടെ പരിപാടിയിലാണെന്ന് പറയാം. ഇതിനകത്ത് മാധവൻ്റെ അഭിനയം അല്ലെങ്കിൽ ഇതിനെ കാണുമ്പോൾ കുറച്ചും കൂടി ഇനിയും പ്രിപ്പയർ ചെയ്ത് കുറച്ചും കൂടി നന്നാക്കാനുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തോന്നിയിട്ടുണ്ടോ പേഴ്സണലി കാണുമ്പോൾ? അത് മക്കളെ നടന്നുകൊണ്ടല്ല. ഇനി ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു 10 വർഷം 20 വർഷം നിന്ന് കഴിഞ്ഞ് എൻ്റെ 100ാമത്തെയോ 200ാമത്തെയോ സിനിമ ഇറങ്ങുന്ന വേദിയിൽ എൻ്റെ അതേ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇത് ലിമിറ്റ് കൊണ്ട് പഠിച്ചു നിർത്താൻ പറ്റുന്ന ഒരു മേഖലയല്ല, ഒരു ജോലിയല്ല. വർക്കുണ്ട്, എന്നും വർക്കുണ്ട്, എന്നും വർക്കുണ്ട്. സോ അത് ചെയ്യാൻ തയ്യാറാണ്.
ആണോ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും നല്ലോണം ഇഷ്ടപ്പെടും ഫാമിലിയായിട്ട് കാണാം നല്ല അടിപൊളി. എന്താ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താ അതിലെ ആ സീനുകളെല്ലാം നല്ല സെന്റിമെന്റ്സും എല്ലാം നല്ല ഫൈറ്റൊക്കെ അടിപൊളിയാണ് സൂപ്പറാണ് അടിപൊളിയാണ് ലെന ചേച്ചിക്ക് ശക്തമായ ഒരു കഥാപാത്രമാണ്. ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ ഒരുപാട് ഗൈഡ് ഉണ്ടായിരുന്നു. ലെന ചേച്ചിക്ക് നല്ലൊരു വർത്തായിരിക്കും പടം. അടിപൊളി. പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇത്ര ആൾക്കാരുടെ കൂടെ കണ്ടപ്പോൾ എന്ത് തോന്നി? എസ്പെഷ്യലി എൻ്റെ പാരൻസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഈ തിയേറ്ററിലേക്ക് താനായിട്ട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് മൂവിയെ കുറിച്ച്? നിങ്ങൾ കൂടി പോയി വാച്ച് ചെയ്യുക, നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പടം? പടം നന്നായിട്ടുണ്ട്. കുട്ടികളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മതം ആദ്യമായിട്ട് ചെയ്യാമെന്ന് തോന്നുന്നില്ല കണ്ടാൽ. നന്നായി ചെയ്തിട്ടുണ്ട്. സ്റ്റെണ്ടൊക്കെ ഉഷാറാണ്. സൂപ്പറായിട്ട്